കൂട്ടുകാർ ഇതുണ്ടല്ലോ, നല്ല അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് വള്ളിപ്പയർ ഉപ്പും മഞ്ഞളും എല്ലാം ഇട്ട് കഴുകി വൃത്തിയാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ എടുക്കുന്നത് ചെമ്മീനാണ്, ചെറിയ ചെമ്മീനാണ്. അത് നല്ല വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പയറും ചെമ്മീനും ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവർ ഒന്ന് ചെമ്മീൻ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഞാൻ എരിവിന് വേണ്ടിയിട്ട് 3 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് 1 കൊടംപുളി ചെറിയ കഷ്ണങ്ങളാക്കി കീറി കുതിർത്തിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ പിന്നെ വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ കുരുമുളക് പൊടിയുടെയും ഈ പച്ചമുളകിൻ്റെയും എരിവ് മാത്രം മതി. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് തിരുമ്മിയിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ച് വേവിക്കുക. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ അച്ചിങ്ങ വെന്തിട്ടുണ്ട്, ചെമ്മീനും വെന്തിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ചെമ്മീനും അച്ചിങ്ങയും വേവും. പിന്നെ ഇനി ആ വെള്ളം വറ്റാനുണ്ടല്ലോ, അപ്പോഴത്തേക്കും നന്നായിട്ട് വെന്തോളും. ഇനി ഇതിലേക്ക് ഞാനൊരു അരമുറി തേങ്ങ അല്പം വെള്ളം ചേർത്ത് ഒതുക്കിയെടുത്തിട്ടുണ്ട്. അത് ഈ തിളച്ച് വെന്തുകൊണ്ടിരിക്കുന്ന അച്ചിങ്ങ ചെമ്മീനിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ വെള്ളം നല്ലപോലെ വറ്റണം. വറ്റി വരുമ്പോഴത്തേക്കും ചെമ്മീനും അച്ചിങ്ങയും വേവും പാകമായിരിക്കും. അപ്പോൾ ഈ കറി അടിപൊളിയാണ്. നിങ്ങൾ ചെമ്മീൻ കിട്ടുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. പച്ചക്കറി കഴിക്കാത്ത കുട്ടികൾ വരെ പച്ചക്കറി നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 2-3 വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മുളക് മൂത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ വറ്റിച്ച് വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ചെമ്മീൻ അച്ചിങ്ങ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും കറി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.